ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടറോട് നാളെ ഓൺലൈനായി ഹാജരാകാൻ നിർദ്ദേശം. ഹർജി വീണ്ടും നാളെ പരിഗണിക്കും. ജില്ലയിൽ വീണ്ടും പോലീസ് പീഡന പരാതി. വലപ്പാട് പോലീസ് മകനെ ക്രൂരമായി മർദ്ദിച്ചതായി നാട്ടിക സ്വദേശി അജിത് കുമാർ. കുടുംബത്തെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഡ്രൈവർ സുഹൈറിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട ഹർജി. മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കേസ് 11-ന് പരിഗണിക്കും. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരുടെ വീടുകളിൽ കയറി പോലീസ് ഭീഷണിപ്പെടുത്തുന്നതിന് എതിരെയായിരുന്നു പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിനോട് തീരുമാനം എടുക്കാൻ നിർദ്ദേശം നൽകിയതാണെന്നും തീരുമാനം വരുന്നതുവരെയാണ് ടോൾ പിരിവ് മരവിപ്പിച്ചതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർവീസ് റോഡുകളിലെ പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നും ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. ജില്ലാ കളക്ടറോട് നാളെ ഓൺലൈനായി ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. വലപ്പാട് പോലീസിനെതിരെ മർദ്ദന പരാതിയുമായി നാട്ടിക സ്വദേശി ചളിങ്ങാട് വീട്ടിൽ അജിത് കുമാറും കുടുംബവും രംഗത്ത്. കള്ളപ്പരാതിയിൽ മകൻ രാം സരോജിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായും തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയതായും അജിത് കുമാർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രാം സരോജ് പ്രണയത്തിലായിരുന്ന സമീപവാസിയായ പെൺകുട്ടിയുമായി ചെന്നൈയിലേക്ക് പോകുന്നതിനിടെ പാലക്കാട് വെച്ച് പിടികൂടിയിരുന്നു. തുടർന്ന് വലപ്പാട് സ്റ്റേഷനിലെത്തിച്ചു. സ്റ്റേഷൻ SI ആയിരുന്ന എബിനും ഭരതൻ എന്ന പോലീസുകാരനും ചേർന്ന് ഭീഷണിപ്പെടുത്തിയതായി രാം സരോജ് ആരോപിച്ചു. ജൂൺ 23-ന് സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്ര പോകുന്നതിനിടെ സ്നേഹതീരത്ത് വെച്ച് SI എബിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ഇവർ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാം സരോജ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തന്നെയും കുടുംബത്തെയും നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായും രാത്രി 2:30 വീട്ടിൽ പരിശോധനയ്ക്ക് പോലീസ് വന്നതായും ദൃശ്യങ്ങളടക്കം കാണിച്ച് അജിത് കുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും കുടുംബം അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഡ്രൈവർ ആയിരുന്ന സുഹൈറിനെ കൂടി പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അഡ്വക്കേറ്റ് CB രാജീവ് മുഖേന സുജിത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളിൽ ഇല്ലാത്തതിനാൽ സുഹൈറിനെ കോടതി കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ സുജിത്ത് നൽകിയ മൊഴിയിൽ സുഹൈർ ആക്രമിച്ചതായി പറഞ്ഞിട്ടുണ്ട്. നിലവിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി കോടതി കേസ് 11-ാം തീയതിയിലേക്ക് മാറ്റി. പോലീസുകാരുടെ മർദ്ദനത്തിൽ കർണപടം പൊട്ടിയ സാഹചര്യത്തിൽ 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച കോടതിയിൽ മറ്റൊരു കേസ് കൂടി ഫയൽ ചെയ്യുമെന്ന് സുജിത്ത് പറഞ്ഞു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ 4 പോലീസുകാരെ പുറത്താക്കുന്നതിനുള്ള കോൺഗ്രസിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതാണ് ബഹളത്തിനിടയാക്കിയത്. കോൺഗ്രസ് കൌൺസിലർമാരായ ബിജു C. ബേബി, ഷാജി ആലിക്കൽ എന്നിവരാണ് പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടിയത്. അനുമതി നിഷേധിച്ചതോടെ പ്രതിഷേധം ശക്തമായി. ഇതോടെ അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ യോഗം പിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 7 ദിവസത്തിന് മുൻപ് സമർപ്പിക്കുന്ന അജണ്ടകൾ മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂവെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. KSU പ്രവർത്തകരുടെ വീടുകളിൽ അർദ്ധരാത്രി പോലീസ് കയറി ഭീഷണി മുഴക്കുന്നതിനെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് പുഴപ്പാലത്തിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു.
തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നതോടെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങി. പോലീസ് മുന്നറിയിപ്പ് ബാനർ പുറത്തെടുത്തതോടെ പ്രവർത്തകർ ബാനർ കീറി വലിച്ചെറിഞ്ഞു. ഇതോടെ പോലീസും KSU പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഉന്തും തള്ളുമായി. തുടർന്ന് സമരത്തിൽ പങ്കെടുത്തവരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. KSU മാർച്ചിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. അർദ്ധരാത്രിയിൽ പ്രവർത്തകരുടെ വീട് കയറി പോലീസ് ഭീഷണി മുഴക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. സംഘർഷത്തിനിടെ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ കാലിലൂടെ പോലീസ് ജീപ്പ് കയറ്റിയെന്നും പ്രവർത്തകർ ആരോപിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി നിഹാൽ റഹ്മാൻ, ആദിത്യൻ കാഞ്ഞങ്ങാട്, അഹ്സാൻ ഷെയ്ഖ്, സാരംഗ് തിരുവല്ലോമല എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, വടക്കാഞ്ചേരി. മതിലകത്ത് യുവാവിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതായി പരാതി. കൂളിമുട്ടം അടിപ്പറമ്പിൽ കലേഷിന്റെ ഭാര്യ ഷിതയാണ് തന്റെ ഭർത്താവിനെ മതിലകം പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപിച്ച് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി, DGP, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് ഷിത പരാതി നൽകിയിട്ടുണ്ട്. പരിസരത്തെ മണൽ മാഫിയയ്ക്കെതിരെ പരാതി നൽകിയതിലുള്ള വിരോധമാണ് പോലീസിനെന്ന് കലേഷും ഷിതയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. സ്വർണ്ണവിലയിൽ പവന് 1000 രൂപ വർദ്ധിച്ച് 80,880 രൂപയിലെത്തി. 1 ഗ്രാമിന് 10,110 രൂപയാണ് ഇന്നത്തെ വില. സ്വർണ്ണവില അനുദിനം വർദ്ധിക്കുകയാണ്. 2022 ഡിസംബർ 29-ന് 5,005 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. അന്നൊരു പവന്റെ വില 40,040 രൂപയായിരുന്നു. 33 മാസത്തിനുള്ളിൽ 40,840 രൂപയാണ് 1 പവന് വർദ്ധിച്ചത്. സ്വർണം സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ഉപഭോക്താക്കൾ കാണുന്നതാണ് വില വർധനവിന്റെ പ്രധാന കാരണം. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്രയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചുകയറി. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കൊള്ളന്നൂർ തറയിൽ ഫ്രാൻസിസിന്റെ മകൻ 46 വയസ്സുള്ള ടോണിയാണ് മരിച്ചത്. പീച്ചിയിൽ പത്രക്കെട്ടുകൾ ഇറക്കി തിരിച്ച് തൃശൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ഇന്ന് പുലർച്ചെ 3:30-ക്കാണ് സംഭവം. പട്ടിക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് മിനി ലോറിക്ക് പിന്നിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ലോറിയുടെ അടിയിലകപ്പെട്ടു. പീച്ചി പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപ്പോഴേക്കും ഇയാൾ മരണപ്പെട്ടിരുന്നു. 1 മണിക്കൂറോളം ഡ്രൈവർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു. ദേശീയപാത 66-ൽ കോതപറമ്പ് സെന്ററിന് സമീപമാണ് സർവീസ് റോഡ് നെടുകെ പിളർന്നത്. ഗതാഗത തിരക്കേറിയ റോഡിന്റെ പകുതിയോളം ഭാഗം ഇടിഞ്ഞ നിലയിലാണ്. യന്ത്രസഹായത്തോടെ മണ്ണെടുത്തതിനെ തുടർന്നാണ് റോഡ് തകർന്നത്. ഭാരം കയറ്റിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടന്നുപോകുന്ന റോഡ് ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചിലപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സർവീസ് റോഡ് പൊളിഞ്ഞാടിയ അവസ്ഥയിലാണ്. വളരെ ചെറിയൊരു ഗ്യാപ്പിലൂടെയാണ് വാഹനങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടാണ് ഇവിടെ പണി മുന്നേറുന്നുണ്ടെങ്കിൽ തന്നെ പുതിയ റോഡിൻ്റെ സൈഡടക്കം ഇടിഞ്ഞു വീണ അവസ്ഥയിലാണുള്ളത്. കോതമംഗലത്തെ സംബന്ധിച്ചോളം വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലം കൂടിയാണ്. പക്ഷെ അവിടെ വാഹനം പോകാൻ ഒരു സൗകര്യവും ഇവിടെ ഒരുക്കാതെയാണ് ഇങ്ങനെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. കാരണം ഒരു വാഹനം എങ്ങാനും സൈഡിലേക്ക് മറിഞ്ഞു പോയാൽ വളരെ അപകടമാണ് അവിടുത്തെ അവസ്ഥ. ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികൃതർ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അധികാരികളോട് നമ്മൾ അറിയിക്കുകയാണ്. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC, non AC റൂമുകൾ.
ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം, തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തയിലേക്ക്. തൃശൂർ പള്ളിക്കുളം മിഷൻ ക്വാർട്ടേഴ്സ് റോഡുകൾ ആരംഭിക്കുന്ന ജംഗ്ഷനിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പരാതി. ഇവിടെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി ആലത്ത് ഗോപി കോർപ്പറേഷന് നൽകിയ പരാതിയിൽ പറയുന്നു. കൂടാതെ കാൽനട യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. തുടർച്ചയായ 2ാം ദിവസമാണ് മേഖലയിൽ കാട്ടാനകൾ എത്തുന്നത്. ഇന്ന് പുലർച്ചെയോടെ 15ാം ഡിവിഷനിലെ ചേപ്പലക്കാട് ഭാഗത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. റബ്ബർ ടാപ്പിംഗിനെത്തിയ തൊഴിലാളികൾ ആനപ്പേടി കാരണം ജോലി ചെയ്യാതെ മടങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 17ാം ഡിവിഷനിലെ മങ്കര ലക്ഷം വീട് ഉന്നതിക്ക് സമീപവും കാട്ടാനകൾ എത്തിയിരുന്നു. കൃഷി ചെയ്യാനാവാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. അതേസമയം റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. പുലി ഭീതി ഒഴിയാതെ പാലപ്പിള്ളി മേഖല. കഴിഞ്ഞ ദിവസവും പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി പുലിയാക്രമണം ഉണ്ടാകുന്നതുമൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. മേഖലയിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന ആവശ്യത്തോട് വനം വകുപ്പ് മുഖം തിരിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിച്ചപ്പോൾ തെക്കുംകര പഞ്ചായത്തിലെ 16ാം വാർഡ് പനങ്ങാട്ടുകരയിൽ ക്രമക്കേട് നടത്തിയതായാണ് പരാതി. 30ഓളം പേരുടെ വോട്ടുകൾ മരിച്ചുപോയവർ എന്ന നിലയിൽ ഏകപക്ഷീയമായി വെട്ടിമാറ്റിയതായി കോൺഗ്രസ് ആരോപിച്ചു. തെക്കുംകര പഞ്ചായത്തിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ വെട്ടിമാറ്റിയതായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. വോട്ടർ പട്ടിക പുനഃക്രമീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കളായ കെ ചന്ദ്രശേഖരൻ, VR ശ്രീകാന്ത്, അഹ്സാൻ ഷെയ്ഖ്, വിജോയ് കുറ്റിക്കാടൻ എന്നിവർ അറിയിച്ചു. ഭരിക്കുന്ന തെക്കുംകര പഞ്ചായത്തിൽ 16ാം വാർഡ് പനങ്ങാട്ടുകരയിൽ വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന ആൾ മരണപ്പെട്ടു എന്ന രീതിയിലാണ് വ്യാപകമായി വോട്ടുകളെല്ലാം വെട്ടിച്ചുരുക്കിയിട്ടുള്ളത്. അബൂബക്കർ എന്ന ഈ വ്യക്തി അവസാന ലോക്സഭ ഇലക്ഷനിൽ വരെ വോട്ട് ചെയ്ത വ്യക്തിയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നേരിൽ കണ്ടുകയും ചെയ്തതാണ്. എന്നാൽ ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ള നിലയിലാണ് വോട്ടർ പട്ടിക, അവസാനഘട്ട വോട്ടർ പട്ടിക വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുപോലെ ഏകദേശം 20ഓളം വരുന്ന വോട്ടുകൾ മരണപ്പെട്ടു എന്ന വ്യാജേനയാണ് പട്ടികയെല്ലാം വെട്ടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എരുമപ്പെട്ടിയിൽ മരം മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. കടങ്ങോട് റോഡിലാണ് 9 വൈദ്യുതി കാലുകൾ തകർന്നു വീണത്. മുറിച്ച മരം ദിശ മാറി വൈദ്യുതി കമ്പിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഈ പ്രദേശത്ത് ഗതാഗതവും തടസ്സപ്പെട്ടു. CCTV നെറ്റ്വർക്കിന്റെ കേബിളുകൾക്കും നാശം സംഭവിച്ചു. പൂമല ഓണം ഫെസ്റ്റ് ആൻഡ് ഫുഡ് കാർണിവലിന് ബുധനാഴ്ച തുടക്കമാകും. 5 ദിവസങ്ങളിലായി പൂമല റിച്ച് ഇന്ത്യ റിസോർട്ടിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് സേവ്യർ ചുറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർമാൻ AR ചന്ദ്രൻ പൂമലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മുതൽ 10 വരെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വൈവിധ്യമാർന്ന ഭക്ഷണ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV നന്ദകുമാർ, റിച്ച് ഇന്ത്യ റിസോർട്ട് ഡയറക്ടർമാരായ MR മണിയൻ, OP ബാലൻ, PS അരവിന്ദാക്ഷൻ, രഞ്ജി ജോൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടിയഞ്ചിറ ജലോത്സവത്തിൽ നടുവിൽക്കരക്കാരൻ ബോട്ട് ക്ലബിന്റെ തട്ടകത്തമ്മ ജേതാക്കളായി. പാടൂർ യുവജന കലാസമിതിയുടെ സെന്റ് സെബാസ്റ്റ്യൻ 2ാം സ്ഥാനം നേടി. മുപ്പട്ടിത്തറ ജലസംഘം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മുരളി പെരുന്നലി MLA സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ആന്റണി, മുഹമ്മദ് ഗസാലി, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു.
ഒന്നാവേശം കൊടുക്ക്, ഒന്നാർപ്പ് വിളിക്ക്. എന്തൊരു മത്സരം! ആവേശമുള്ള സുന്ദരമായൊരു മത്സരം. മയിൽപ്പീലി വടക്കുംപുറം ശ്രീമുരുകൻ സോപാനത്തിലേക്ക്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. 29ാമത് ടാസ് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിനുള്ള 15-അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സെപ്റ്റംബർ 20 മുതൽ 29 വരെയാണ് നാടകോത്സവം. 10 നാടക സമിതികൾ നാടകോത്സവത്തിൽ പങ്കെടുക്കും. ഗാലപ്പ് പോൾ വഴിയാണ് വിധി നിർണയമെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ AC ജോസ് പറഞ്ഞു. നാടകോത്സവ് 2025 അഥവാ തൃശ്ശൂർ ആർട്സ് സൊസൈറ്റി 29ാമത്തെ വർഷമായിട്ട് നടത്തി വരുന്ന നാടകോത്സവം ഈ സെപ്റ്റംബർ മാസം 20-ാം തീയതി മുതൽ 29-ാം തീയതി വരെ തൃശ്ശൂർ ടൗൺ ഹാളിൽ നടത്തപ്പെടുകയാണ്. കേരളത്തിൽ ഗാലപ്പ് പോളിലൂടെ വിധി നിർണയം നടത്തുന്ന ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഒരു നാടക ഉത്സവമാണ് സെപ്റ്റംബർ 20 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നത്. ശ്രീ ജോസ് ആലുക്കാസ് ചെയർമാനും ഡോക്ടർ AC ജോസ് ജനറൽ കൺവീനറുമായിട്ടുള്ള ഒരു വിപുലമായ കമ്മിറ്റി ഇതിനോടകം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ എല്ലാവരും ഈ നാടകം കണ്ട് ആസ്വദിച്ച് വിധി നിർണയം നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവരെയും നാടകവേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊതുപ്രവർത്തകൻ ആൻഡ്രു ചെമ്മിഞ്ചേരി ചികിത്സാ സഹായം തേടുന്നു. ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് വഴിയില്ലാതെ വിഷമിക്കുന്ന മറ്റത്തൂരിലെ സാമൂഹിക പ്രവർത്തകൻ ആൻഡ്രു ചെമ്മിഞ്ചേരിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. രോഗബാധിതനായ ഇദ്ദേഹത്തിന് ഹൃദയവാൽവ് ശസ്ത്രക്രിയയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. 8 ലക്ഷത്തോളം രൂപ ഇതിനായി വേണ്ടിവരും. സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്ന ആൻഡ്രുവിന്റെ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുക സ്വരൂപിക്കുന്നതിനായി നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വരന്തരപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EA ഓമന എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കോടാലിയുള്ള മറ്റത്തൂർ ശാഖയിൽ തുറന്നിട്ടിട്ടുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, കൊടകര. ഇരിങ്ങാലക്കുട ഞെവിരിക്കുളത്തിൽ 60-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടുപ്പശ്ശേരി ചെതലൻ ഫ്രാൻസിസ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ കുളിക്കാൻ വന്നവരാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയ്ക്കെതിരെ KSU ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ജെയ്ജു സെബാസ്റ്റ്യൻ, റിസൻ വർഗീസ്, ഡോക്ടർ മനോജ് പുഷ്കർ, CV വിമൽ, സാരംഗ് സുരേഷ്, റിച്ചൽ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ തിരൂർ സ്വദേശി CA ഫ്രാൻസിസിന് ആഗോള സംഘടനയായ ആപ്കോസ് ഇന്റർനാഷണലിന്റെ അംഗീകാരം. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് അംഗീകാരം. അങ്കമാലിയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് പുരസ്കാരം സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,110, പവന് 80,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും.
പാലിയക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടറോട് നാളെ ഓൺലൈനായി ഹാജരാകാൻ നിർദ്ദേശം. ഹർജി വീണ്ടും നാളെ പരിഗണിക്കും. ജില്ലയിൽ വീണ്ടും പോലീസ് പീഡന പരാതി. വലപ്പാട് പോലീസ് മകനെ ക്രൂരമായി മർദ്ദിച്ചതായി നാട്ടിക സ്വദേശി അജിത് കുമാർ. കുടുംബത്തെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഡ്രൈവർ സുഹൈറിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട ഹർജി. മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കേസ് 11-ന് പരിഗണിക്കും. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരുടെ വീടുകളിൽ കയറി പോലീസ് ഭീഷണിപ്പെടുത്തുന്നതിന് എതിരെയായിരുന്നു പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.